ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു മാമ്പഴ പുഡിങ് ആയാലോ. അതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ റെഡിയാക്കണത് തേങ്ങാപ്പാലും മാങ്ങയും കൊണ്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. 2 മാങ്ങേൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. 2 മാങ്ങയും അരിഞ്ഞെടുക്കണം. ഒരെണ്ണം നമുക്ക് ചെറുതായി അരിഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി മാറ്റി വെക്കണം കേട്ടോ. ഒരെണ്ണം അരച്ചെടുക്കണം. ഒരു മാങ്ങ അരിഞ്ഞത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഈ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചിടാം. നമുക്കിത് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളവും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 തുള്ളി ഇട്ട വാനില എസൻസ് അത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ടയൊക്കെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തിട്ടും ഇത് മാറ്റി വെക്കാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പഞ്ചസാരയും മാങ്ങയൊക്കെ അരച്ചിട്ട് പഞ്ചസാര ഇട്ട് പിന്നെ വാനില എസൻസ് ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് തിളച്ച് വരുന്നവരെയും നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കോൺഫ്ലോർ കലക്കി വെച്ചിട്ടില്ലേ, അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത്, തീ കൂട്ടി കൊടുത്തിട്ടില്ല. നല്ലോണം എല്ലായിടത്തും ഒന്ന് മിക്സായി കഴിഞ്ഞിട്ട് നമുക്ക് തീ കൂട്ടി കൊടുക്കാം കേട്ടോ. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത്, തീ കൂട്ടി കൊടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ തന്നെ കിടന്നിട്ട് ഈ കോൺഫ്ലോർ ഒന്ന് വെന്ത് വരട്ടെ, ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് വരട്ടെ. നമുക്കിനി ഒന്ന് തീ കൂട്ടി കൊടുക്കാം കേട്ടോ. ഒരു മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി, ഒരുപാട് കൂട്ടി കൊടുക്കണ്ട. ഇനി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ആ മീഡിയം ഫ്ലെയിമിൽ കിടന്നത് നല്ലോണം തിളക്കണുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ തിളക്കാൻ തുടങ്ങിയിട്ടാ. ഇപ്പോൾ നല്ലോണം തിളക്കുന്നുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പുഡിങ് ട്രേ ആണ്, ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ, ഒന്ന് ചൂടാറി വരട്ടെ. ഒരു തേങ്ങ ചിരവി എടുത്തതാണ് കേട്ടോ. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഇതിൽ നിന്ന് നല്ലോണം പാലെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ തേങ്ങാപ്പാൽ അടിച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കണേ കേട്ടോ. ഒരുപാട് ചൂടല്ല കേട്ടോ, എന്നാലും കുറച്ച് ചൂടുണ്ട് താനും. നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. പാല് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം മാക്സിമം പിഴിഞ്ഞെടുത്തതാണ്. അരിച്ച് നമ്മൾ എടുത്തു വെച്ചതുണ്ടല്ലോ, ഒന്നും കൂടി ഈ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം കേട്ടോ. ഒട്ടും തേങ്ങയുടെ അംശം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നും കൂടി അരിച്ചെടുക്കണത്. ഒന്നും കൂടി അരിച്ചെടുത്തതാണ് കേട്ടത്. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ തേങ്ങാപ്പാൽ തിളപ്പിക്കാൻ പോണത്. അപ്പം അതിനു മുമ്പ് നമ്മൾ പാലെടുത്ത് വെച്ചിട്ടുണ്ടല്ലേ, ആ പാലെടുത്ത് വെച്ചത് ഒന്ന് ഈ കപ്പിൽ ഒന്ന് അളന്നിട്ട് വേണം കേട്ടോ ഈ ഒരു പാത്രത്തിൽ ഒഴിക്കാനായിട്ട്. ഞാൻ ഈ കപ്പിലേക്ക് അളക്കേണ്ട കേട്ടോ. ഈ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ പാത്രത്തിലേക്ക് ഒഴിക്കാം. അടുത്തത് ഒഴിക്കണം. 1.25 കപ്പ് തേങ്ങാപ്പാലുണ്ട് കേട്ടോ. നമുക്ക് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അരക്കപ്പ് പാലുണ്ടല്ലോ, അരക്കപ്പ് പാല് ഞാൻ ആ തേങ്ങാപ്പാലിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് മാറ്റി വെക്കുക. ഇത് 1.25 കപ്പിൽ നിന്ന് അരക്കപ്പ് പാല് ഞാൻ ഇത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് തിളപ്പിക്കാൻ വെക്കാം.
ഈ മാറ്റി വെച്ച തേങ്ങാപ്പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ തേങ്ങാപ്പാലിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണ്ടേ ഞാൻ. എന്നിട്ട് നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മധുരം പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ട് തേങ്ങാപ്പാൽ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവായപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് തിളച്ച് വരട്ടെ, ഒരുപാട് തിളക്കണ്ട കേട്ടോ. തേങ്ങാപ്പാൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തേങ്ങാപ്പാലും കോൺഫ്ലോറും കൂടി കലക്കി വെച്ചിട്ടില്ലേ, അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒഴിച്ച ഉടനെ തന്നെ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തേക്കും ആ കോൺഫ്ലോർ ആവുന്നവരെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിതിലേക്ക് വാനില എസൻസ്, ഏലക്കപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ആ ഒരു തേങ്ങയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാനില എസൻസ് ഒന്നും ചേർക്കാഞ്ഞത് കേട്ടോ. ഏലക്കപ്പൊടിയൊന്നും ചേർക്കാഞ്ഞാൽ അതുകൊണ്ടാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വാനില എസൻസാ അല്ലെങ്കിൽ ഏലക്കപ്പൊടിയോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. കോൺഫ്ലോർ ഒഴിച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാതെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. കോൺഫ്ലോർ ഒന്ന് വെന്ത് വരണം. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. നമ്മൾ ആദ്യം മാങ്ങ ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിപ്പോൾ കാറ്റ് കൊണ്ട് തണുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രേയുടെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് തണുത്തിട്ടുണ്ട് കേട്ടോ, ഇതൊന്ന് ഉറച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ എല്ലാം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഫാൻ്റെ ചൂട്ടിൽ കൂടെ നോക്കി ഒന്ന് ചൂടാറി വരട്ടെ. ഇനി അടുത്തത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 3ാമത്തെ ലെയറിനുള്ളതാണ്. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഫസ്റ്റിൽ തന്നെ അരിഞ്ഞ് വെച്ച മാങ്ങയില്ലേ, അതാണ് ഇനി ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ പാനിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളം ഈ പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഒഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. ഒന്ന് മെൽറ്റായിട്ട് ഒഴിക്കാമെന്ന് ഓർത്ത്. ഇപ്പോൾ ഇതേ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കോൺഫ്ലോർ കലക്കി വെച്ചത് ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാ വെച്ച് കൊടുത്തേക്കണത്. കോൺഫ്ലോർ കലക്കിയത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ള് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ കോൺഫ്ലോർ ഒന്ന് ഒഴിച്ച് കൊടുത്തല്ല, അപ്പോൾ അതൊന്ന് വേവണ ഒരു സമയം വരെ നമ്മൾ വെക്കണം കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. ഞാനത് ഒഴിച്ച് കൊടുത്തപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി അരിഞ്ഞ് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടൊക്കെ ഒരുവിധം പോയിട്ടുണ്ട് കേട്ടോ. കാറ്റ് ഒളിച്ച് വെച്ചേക്കണമായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇനി നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ മിക്സ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ.
നമുക്കിനി ഇതൊന്ന് ക്ലിംഗ് റാപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ക്ലിംഗ് റാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രീസറിലൊന്നും വെക്കണ്ട, ഒന്ന് തണുപ്പായി കിട്ടിയാൽ മാത്രം മതി. ഓവർനൈറ്റ് ഞാൻ വെക്കേണ്ട. നമ്മൾ ഓവർനൈറ്റ് വെച്ച തേങ്ങാപ്പാലും മാങ്ങയും കൊണ്ടുള്ള പുഡിംഗ് ഉണ്ടല്ലോ, അത് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തേങ്ങാപ്പാലിലേക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ മാങ്ങ നമ്മൾ അടിയിലിട്ടിട്ടുണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് എന്നൊക്കെ ഉണ്ട്. ഈ പുഡിങ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.